അതായത് ഓസ്കാർ വരെ ലഭിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ് ആണ് രേണു. തലവേദന നോമിനേഷൻ തീർന്നു, രേണുവിന്റെ തലവേദന പോയി. ഇത് കണ്ടപ്പോഴത്തേനും ഹൗസിലുള്ള ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കി ദിസ് ഈസ് ആൻ ഉഡായിപ്പ് തലവേദന ഓഫ് ദി നോമിനേഷൻ ഓഫ് ദി രക്ഷപ്പെടൽ ടെക്നിക്. അപ്പോ നമ്മുടെ അഭിശ്രീയിലെ അഭി പോയിട്ട് ചോദ്യം ചെയ്തു, തലവേദന മറിയുമ്പളെ ഉഡായിപ്പല്ലേ എന്ന് പറഞ്ഞു. ഷാനവാസും തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിന് രേണുവിന്റെ തലവേദന മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? രേണു പറഞ്ഞു ക്യാപ്റ്റ തലവേദന എടുക്കുന്നു, ക്യാപ്റ്റ എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് തലവേദന എന്നേ പറഞ്ഞു. അതുകൊണ്ട് രേണുവിന്റെ തലവേദന മാത്രമേ ക്യാപ്റ്റന് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന നല്ല മിടുക്കാനായിട്ടുള്ള ക്യാപ്റ്റൻ ഇല്ലയോ? തന്നെ. അതിനുശേഷം ഈ ഒരു പ്രശ്നത്തിന് കലഹത്തിന് തിരികൊളുത്തി. അവിടെ എല്ലാവരും വഴക്കായി. രേണുവിന്റെ തലവേദനയെ ചൊല്ലി അവിടെ ബാക്കിയുള്ള സകല ടീം മെമ്പേഴ്സിനും തലവേദനയായി. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കും, അവിടെ പൊരിഞ്ഞടി നടക്കുക. രേണുവിന് അപ്പോഴാണ് ഓർത്ത് വെച്ചു എനിക്ക് തലവേദനയായിരുന്നില്ല. രേണു തേരെ പര നടക്കുമായിരുന്നു കേട്ടോ. രേണു ഈ പ്രശ്നം വീണ്ടും തലവേദനയെ ചൊല്ലി വന്നപ്പോഴാണ് തലവേദനയുടെ കൈ ഓർത്തത്, പെട്ടെന്ന് വിട്ടുപോയി നേരത്തെ. പിന്നെ രേണു ഭയങ്കര ആക്ടിങ്. രേണുവിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. രേണു എന്നിട്ട് ക്യാമറയിൽ ബിഗ് ബോസ് എനിക്ക് തല പൊട്ടിത്തെറിക്കുന്ന വേദനയാണ് ബിഗ് ബോസ്, എനിക്ക് പെയിൻ കില്ലർ തരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അഭിശ്രീ അപ്പോഴേ ഡോക്ടർ വരണം, ഇവളെ പരിശോധിക്കണം, ശരിയാണോ നോക്കണം. അപ്പാനി ശരത്തൊക്കെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി.